നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളുള്ളത് പറഞ്ഞാല് വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ ഇവിടെ ഒരു ഈ ചെടികളൊക്കെ വെക്കണ ഒരു നഴ്സറിയിൽ വന്നാട്ടോ നോക്കിക്കോളി. ഇവിടെ നല്ല അടിപൊളി പൂളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. നമ്മളെ ബായി പറഞ്ഞാണ്. ആ ബായിന്റെ ഒപ്പം ഇങ്ങനെ പോന്നാണ്. വെറൈറ്റി നമ്മുടെ നാട്ടിലുണ്ടാവണ അങ്ങനത്തെ രീതിയിലുള്ള ചെടിത്തോട്ടങ്ങളല്ല ഇവിടെ. വേറൊരു സെറ്റപ്പില്ല ചെടിത്തോട്ടങ്ങളാണ് കൂടുതൽ അല്ലേ. ഇവിടെ കുറെ ആൾക്കാർ ഇതിന്റെ പിന്നിൽ പഴുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കുറെ ആൾക്കാര് എന്താ പറയാ, ചെടികൾ പുതിയത് നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പാലക്കൊമ്പ് പോലത്തെ ഈ ചെടി ഒന്നും നമ്മുടെ നാട്ടിൽ വിൽക്കല്ലോ. ഇവിടെ ഇതൊക്കെ വെക്കുന്നുണ്ട്, ഇങ്ങനത്തെ പാലന്റെ ചെമ്പരത്തി പോലത്തെ, പിന്നെ മല്ലികയും ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? പിന്നെ ഈ ഇലകളൊക്കെ നല്ല കളറിലെ ഇലകൾ ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ. अच्छा ठीक है ठीक है. हाँ 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 पम चुटिया കറുത്തിന് ഇട്ടോ. അതൊക്കെ വട്ടി ചെയ്ത ടൈപ്പ് സാധനം. ചന്ദനം ചന്ദനം. അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. നല്ല രസമുള്ള ചെടികളുണ്ട്, നല്ല അടിപൊളി കളർഫുൾ സാധനങ്ങൾ. വീടിന്റെ ഉള്ളിലൊക്കെ വളർത്താൻ പറ്റിയ ചെടികളാണ്. ആഹാ ചക്കുലൻ. ഈ ചെടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈത്തപ്പഴത്തിന്റെ സാധനമുണ്ട്, തെങ്ങ് പോലത്തെ ചെറിയ. ഈ താമര പോലല്ലേ ഈ ചെടി. എനിക്ക് നോക്കി നാട്ടിൽ നീ അധികം കണ്ടില്ല, കണ്ട ആൾക്കാരുണ്ടാവും ചിലപ്പോ. ഇത് നമ്മളെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്. ഇതിന്റെ ബാക്ക് ഭാഗം നോക്കി, ഇത് ഫുള്ള് പറഞ്ഞാല് നെൽപ്പാടങ്ങളാണ്. വിളഞ്ഞു നിൽക്കുന്നത് കറുത്ത ടൈപ്പ് നെല്ല്, കുറച്ച് ഹൈറ്റ് കൂടിയ. അങ്ങനെ 2-3 ടൈപ്പ് നെല്ല് ഒരേ സ്ഥലത്ത് തന്നെ ഒരു നടുന്നുണ്ട്. ആ നല്ല വ്യത്യാസമാണ്. ഇതിന്റെ അത്ര ഹൈറ്റില്ലത്, ഇതിന്റെ കളറും നല്ല വ്യത്യാസം. ഇത് കാരണം ഉണങ്ങായിട്ടല്ല, പക്ഷെ ഇത് ഹൈറ്റിന് നല്ല വ്യത്യാസമാണ്. ഞാൻ പല സ്ഥലത്തും ശ്രദ്ധിച്ചു. ഈ ഭാഗ്യ നമ്മളെ കൊണ്ടുവന്നത് റൈസ് ബസ്മതി. ആ ബസ്മതി റൈസ് ആട്ടോ. അതാണ് ഇത് ഇങ്ങനെ കറുത്തിരിക്കുന്നത്. മെഹങ്കാ ഹേ. अच्छा हाँ हाँ ओरिजिनल സാധനം. കളാനെനിയ ഇതിന്റെ ലോക്കലിൽ വരെ കളാനെനിയ എന്നാ പറയണേ. പക്ഷെ ഇത് ബസ്മതി റൈസ് ആണ്. ഞാനിത് പല സ്ഥലത്തും കണ്ടിരുന്നത്. അപ്പൊ പറഞ്ഞാല് ഇതിന് നല്ലൊരു കരുത്തില്, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പില് സാധനം. ഇവിടെ ഈ നെല്ലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ വേറെ ചില കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെ ഭക്ഷണ ഇഷ്ടം നെല്ല് ഒരുപാടുണ്ട് ഇവിടെ. ഏകദേശം വീട്ടിലൊക്കെ ഈ നെല്ലിന്റെ കൃഷി നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ബസ്മതി ആണ്. അപ്പം നല്ല അത് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു വ്യത്യസ്തമായ നെല്ലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അത്ര നല്ല വില കൂടിയ നെല്ലാണ് സംഭവം.
അപ്പൊ ഇതുപോലെ നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് നമ്മള് തിരിച്ചു വരണം. ബൈ. ഓക്കെ. അപ്പൊ എല്ലാവരോടും ബൈ.